നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാനസിക രോഗിയായ ഭാര്യയെ ഭർത്താവ് വിറകു കൊള്ളികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. GK ഫൗണ്ടേഷൻ അവാർഡ് നേടിയ MS ദാസ് മാട്ടുമന്തയ്ക്ക് പൗരാവലിയുടെ അനുമോദനം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CSC VLE സൊസൈറ്റി ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകി. ഗ്രീൻഫീൽഡ് ഹൈവേ വനാതിർത്തികളിൽ പരിശോധന ശക്തമാക്കി. പാലക്കാട് ഭാര്യയെ ഭർത്താവ് വിറകുകൊള്ളി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. കോട്ടായിൽ ഉറങ്ങിക്കിടന്ന ഭാര്യയെ ഭർത്താവ് വിറകുകൊള്ളി ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തി. ചേന്നങ്ങാട് കുന്നത്തു വീട്ടിൽ വേശുക്കുട്ടി 65 മരിച്ചത്. ഭർത്താവ് വേലായുധനെ 72 കോട്ടായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് പുലർച്ചെ 1 സംഭവം. മാനസികാസ്വാസ്ഥമുള്ള വേശുക്കുട്ടിയെ കിടപ്പുമുറിയിൽ വെച്ച് വിറകുകൊള്ളി ഉപയോഗിച്ച് തലയ്ക്കും മുഖത്തും അടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. സംഭവത്തിനു ശേഷം വീട്ടിലും റോഡിലുമായി സമയം ചിലവഴിച്ച പ്രതി 7 സമീപവാസിയായ സഹോദരന്റെ അടുത്തെത്തി വിവരം പറഞ്ഞു. തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് പരിശോധനയിൽ വേശുക്കുട്ടിയുടെ തലയിൽ അടിക്കാൻ ഉപയോഗിച്ച വിറകുകൊള്ളി കണ്ടെടുത്തു. മുറ്റത്ത് രക്തക്കറ ഉണ്ടായിരുന്നു. ഇവരുടെ 2 മക്കളും തൊട്ടടുത്തു തന്നെയാണ് താമസം. വേലായുധനും വേശുക്കുട്ടിയും ഇടയ്ക്ക് വഴക്കുണ്ടാക്കുക പതിവാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ആലത്തൂർ DYSP CR സന്തോഷ്, കുഴൽമന്നം CI R രജീഷ്, കോട്ടായി SI ബിജേഷ് എന്നിവർ സംഭവ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിച്ചു. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി. മലയാള സിനിമയിലെ മികച്ച ചലച്ചിത്ര പത്രപ്രവർത്തകനുള്ള GK പിള്ള ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച MS ദാസ് മാട്ടുമന്തയ്ക്ക് മാട്ടുമന്ത പൗരാവലി അനുമോദനം നൽകി. ഒരു സാന്നിധ്യം വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് MS ദാസ് എന്ന മാധ്യമ പ്രവർത്തകൻ. അത് ഏത് കാര്യത്തിലും അദ്ദേഹം അത് നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഈ ആദരവ് ചടങ്ങിൽ നമുക്കുള്ള ഒരു വലിയ ബഹുമാനം എന്ന് പറയുന്നത് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ഈ രംഗത്ത് പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാനിവിടെ പറഞ്ഞതുപോലെ വൻകിട പ്രമാണിമാരുടെ മാട്ടുമന്ത ജംഗ്ഷനിലെ EMS പഠന കേന്ദ്രത്തിന് മുന്നിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. C വേലായുധൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് പ്രിൻസിപ്പൽ മുരളീധരൻ മാഷ്, നാടക സംവിധായകൻ പുത്തൂർ രവി, CPIM ഏരിയ കമ്മിറ്റി അംഗം V സുരേഷ്, ശേഖരിപുരം ഗ്രന്ഥശാല ജോസ് എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ V രവീന്ദ്രൻ സ്വാഗതവും G പ്രേമകുമാർ നന്ദിയും പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CSC VLE സൊസൈറ്റി പാലക്കാട് ഭാരവാഹികൾ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന് നിവേദനം നൽകി. CSC VLEകൾക്കുള്ള KSRTC വെബ്സൈറ്റ് ഏജന്റ് ലോഗിൻ അനുവദിക്കുക, CSC VLEകൾക്കുള്ള പരിവാഹൻ ട്രെയിനിംഗ് അനുമതി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. പ്രസിഡന്റ് സെന്തിൽകുമാർ, സെക്രട്ടറി A യാസിർ, ജോയിന്റ് ട്രഷറർ രാധാകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി മിഷിൻദാസ് എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. കേരളത്തിൽ മൊത്തം 15,000-ൽ അധികം വരുന്ന കോമൺ സർവീസ് സെന്റർ വില്ലേജ് ലെവൽ എന്റർപ്രണർ മെമ്പർമാരിൽ പാലക്കാട് ജില്ലയിലെ 400ഓളം മെമ്പർമാർ ചേർന്ന് രൂപീകരിച്ച് കേന്ദ്ര നീതി ആയോഗിൽ അടക്കം രജിസ്ട്രേഷനുള്ള സൊസൈറ്റിയാണ് പാലക്കാട് ജില്ലാ CSC VLE സൊസൈറ്റി. കേരളത്തിൽ ആദ്യമായി 2017-ൽ CSC VLEകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് കേന്ദ്ര സംസ്ഥാന IT മന്ത്രാലയം നിഷ്കർഷിക്കുന്ന എല്ലാ യോഗ്യതകളും മാനദണ്ഡങ്ങളും നേടി രജിസ്ട്രേഷൻ നേടിയാണ് തുടക്കം മുതൽ പ്രവർത്തിച്ചു വരുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും ഗവൺമെന്റ് ഇതര പ്രോജക്റ്റുകളും വിജയകരമായി പൂർത്തിയാക്കി മുന്നോട്ടു പോകുന്ന VLE മെമ്പർമാർ IRCTC, റെഡ് ബസ്, ഫ്ലൈറ്റ് ബുക്കിംഗ് മുതലായ വിവിധ രീതിയിലുള്ള ഏജന്റ് ഓർഗനൈസേഷൻ ലോഗിൻ ലഭിച്ച് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായി വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. പാസ്പോർട്ട്, പാൻ കാർഡ് എന്നിവയ്ക്ക് പുറമെ ഇപ്പോൾ നടന്നു വരുന്ന PM വിശ്വകർമ്മ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ, ബയോമെട്രിക് ഒതന്റിക്കേഷൻ എന്നിവയുടെ ഏജന്റ് ലോഗിൻ ഉള്ള ഇന്ത്യയിലെ ഏക അംഗീകൃത ഏജൻസിയാണ് CSC. KSRTCയുടെ ടിക്കറ്റ് ബുക്കിംഗ് പോർട്ടലിൽ CSC VLE മെമ്പർമാർക്ക് ബുക്കിംഗിനുള്ള ഏജന്റ് ഓർഗനൈസേഷൻ ലോഗിൻ പോർട്ടൽ ആക്സസ് കൂടി ഉൾപ്പെടുത്തി ടിക്കറ്റ് ബുക്കിംഗിനുള്ള അംഗീകാരം നൽകുകയാണെങ്കിൽ യാതൊരു ചിലവും കൂടാതെ KSRTCയുടെ വരുമാനത്തിൽ ഗണ്യമായ മാറ്റം വരുത്താൻ പ്രസ്തുത VLEകൾക്ക് കഴിയുമെന്ന് ഉറപ്പുണ്ടെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. നിലവിലുള്ള IRCTC CSC ഏജന്റ് ലോഗിൻ പോർട്ടൽ ആക്സസ് ഉപയോഗിച്ച് നിരവധി പേർക്ക് ഞങ്ങൾ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗും മറ്റ് അനുബന്ധ സഹായങ്ങളും ചെയ്തു വരുന്നു. ഇത്
സാധാരണ ജനങ്ങൾക്കും ഗവൺമെന്റിനും വളരെയധികം സഹായമാകുന്നുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയാണ് IRCTCക്ക് ദിവസവും വരുമാനം ഉണ്ടാക്കുന്നത്. മേൽപ്പറഞ്ഞ CSE VLE മെമ്പർമാർ പരിവാഹൻ പോർട്ടലിൽ എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ചെയ്തു വരുന്നു. എന്നാൽ ഇതുവരെയും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ഉദ്യോഗസ്ഥരിൽ നിന്നോ വേണ്ടപ്പെട്ടതായ ഒരു ട്രെയിനിങ്ങും ലഭിച്ചിട്ടില്ല. പ്രസ്തുത ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടപ്പോൾ മാനേജ്മെന്റിൽ നിന്നും നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ട്രെയിനിങ് തരാൻ കഴിയൂ എന്ന മറുപടിയാണ് ലഭിച്ചത്. ആയതിനാൽ പരിവാഹൻ പോർട്ടലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സമയവും ഒഴിവും അനുസരിച്ച് പാലക്കാട് CSE VLE സൊസൈറ്റിക്ക് ഒരു ട്രെയിനിങ് നൽകാൻ നിർദ്ദേശം നൽകണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ഗ്രീൻഫീൽഡ് വനാതിർത്തികളിൽ പരിശോധന നടത്തി. ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നു പോകുന്ന മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള വനാതിർത്തികളിൽ വനം വകുപ്പ് ഉന്നതോദ്യോഗസ്ഥരും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം പരിശോധന നടത്തി. വനാതിർത്തികളിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായുള്ള പരിഹാരം കണ്ടെത്തുന്നതിനായിരുന്നു സന്ദർശനം. പാലക്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ വേലിക്കാട് ഭാഗം, തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ കാഞ്ഞിരംകുന്ന്, തിരുവിഴാംകുന്ന് ഫാം കൂടാതെ സൈലന്റ് വാലി വനാതിർത്തിയിലുമാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ D ജയപ്രസാദിന്റെ നേതൃത്വത്തിൽ അധികൃതരെത്തിയത്. വന്യജീവി പ്രതിരോധ പദ്ധതി നടപ്പാക്കുന്നതിന് 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും അദ്ദേഹം ഫോറസ്റ്റ് ഡിവിഷന് നിർദ്ദേശം നൽകി. വന്യജീവികൾക്ക് കാടിനുള്ളിൽ തീറ്റയും വെള്ളവും ഉറപ്പാക്കുക, വനാതിർത്തികളിൽ പ്രതിരോധ വേലികൾ സ്ഥാപിക്കുക എന്നിവയ്ക്ക് മുൻഗണന നൽകിയുള്ള റിപ്പോർട്ടാണ് സമർപ്പിക്കുക എന്നാണ് വിവരം. നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേ കോട്ടോപ്പാടം, അലനല്ലൂർ, മണ്ണാർക്കാട്, പൊറ്റശ്ശേരി ഭാഗങ്ങളിലൂടെയാണ് ഏറെയും കടന്നുപോകുന്നത്. കോട്ടോപ്പാടം പഞ്ചായത്തിൽ കാഞ്ഞിരംകുന്നിൽ 650 മീറ്റർ നിക്ഷിപ്ത വനഭൂമിയും പദ്ധതിക്കായി ഏറ്റെടുക്കുന്നുണ്ട്. വൈൽഡ് ലൈഫ് CCF ഷബാബ്, മണ്ണാർക്കാട് DFO ആഷിഖ് അലി, റേഞ്ച് ഓഫീസർ N സുബൈർ, സൈലന്റ് വാലി റേഞ്ച് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രസാദ്, ഭവാനി റേഞ്ച് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ N ഗണേശൻ, തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ K സുനിൽകുമാർ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. മോട്ടോർ വാഹന വകുപ്പും പോലീസും വാഹന ഉടമകൾക്ക് ചുമത്തുന്ന പിഴയടയ്ക്കാൻ OTP നിർബന്ധമാക്കി. പരിവാഹൻ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ ഇല്ലെങ്കിൽ വാഹന ഉടമകൾക്ക് ഈ പിഴത്തുക അടയ്ക്കാനാകുന്നില്ല. ദിവസേന ആയിരക്കണക്കിന് ആളുകൾക്കാണ് പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകുന്നത്. അവരിൽ വലിയൊരു വിഭാഗത്തിനും സൈറ്റിൽ ശരിയായ ഫോൺ നമ്പർ ഇല്ല. പലരും ഇപ്പോൾ മറ്റു നമ്പറുകളാവും ഉപയോഗിക്കുക. ഇവർക്കൊന്നും പിഴയടയ്ക്കാൻ കഴിയുന്നുമില്ല. ഒട്ടുമിക്ക വാഹന ഉടമകളുടെയും പക്കൽ പരിവാഹൻ സൈറ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ ഫോൺ നമ്പർ കാണില്ല. ചിലർ പുതിയ നമ്പർ ആധാർ കാർഡുമായി പോലും ബന്ധിപ്പിച്ചു കഴിഞ്ഞു. OTP ലഭിക്കാതെ വന്നാൽ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിൽ നേരിട്ടെത്തിയെങ്കിലേ പണമടയ്ക്കാൻ കഴിയൂ. പിഴയടയ്ക്കാൻ വൈകിയാൽ കോടതി നടപടികളിലേക്ക് നീങ്ങും. പരിവാഹൻ സൈറ്റിൽ പിഴ കിട്ടുന്ന വാഹന ഉടമകൾക്ക് ഫോൺ നമ്പർ മാറ്റി നൽകാനുള്ള ക്രമീകരണം ഉണ്ടായാൽ പ്രശ്നം പരിഹരിക്കാം. പിഴയടയ്ക്കാൻ നോട്ടീസ് ലഭിക്കുന്നവർ ചെലാൻ നമ്പറോ വാഹന നമ്പറോ നൽകിയാൽ വാഹൻ സൈറ്റിലെ പഴയ നമ്പറിലേക്ക് സ്വമേധയാ പാസ്വേഡ് പോകുകയാണിപ്പോൾ. അടുത്തിടെയാണ് പിഴയടയ്ക്കുന്നതിൽ ഈ മാറ്റം വരുത്തിയത്. അതുവരെയും OTP ഇല്ലാതെ തന്നെ ഓൺലൈനായി സ്വന്തം നിലയിലോ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ പിഴ അടയ്ക്കാമായിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. തൃശൂർ MLA P ബാലചന്ദ്രൻ ഹൈന്ദവ വിശ്വാസികളെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അയോധ്യാധിപതി ശ്രീരാമചന്ദ്ര സ്വാമിയെയും ശ്രീ ലക്ഷ്മണസ്വാമിയെയും അവഹേളിച്ച പ്രസ്താവനയിൽ VHP പ്രതിഷേധ പ്രകടനം നടത്തി. പാലക്കാട് കോട്ട മൈതാനത്ത് നടന്ന പ്രകടനം 5 വിളക്കിന് സമീപം സമാപിച്ചു. ഹിന്ദുവിന്റെ അഭിമാന ബിന്ദുക്കൾക്ക് ക്ഷതമേൽക്കുന്ന രീതിയിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ ജനകീയ പ്രക്ഷോഭത്തിലൂടെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് വിഭാഗ് സെക്രട്ടറി C രവീന്ദ്രൻ പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് K പ്രഭാകരൻ മാസ്റ്റർ, വിഭാഗ് ജോയിന്റ് സെക്രട്ടറിമാരായ പുത്തൂർ രാധാകൃഷ്ണൻ, മാങ്കാവ് പ്രഭാകരൻ, പാലക്കാട് പ്രഗൺ പ്രസിഡന്റ് S അനൂപ്, സെക്രട്ടറി S പ്രവീൺ, വിപിൻ, പ്രകാശൻ മങ്കരാപ്പി, ഉണ്ണികൃഷ്ണൻ, V മുരുകേശൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ
ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അത് അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോൾ ഒരു 50 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്, കൊള്ളാലേ. ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. SKSSF മനുഷ്യജാലക നടത്തി. SKSSF ജില്ലാ കമ്മിറ്റി പുതുനഗരത്ത് മനുഷ്യജാലിക നടത്തി. തത്തമംഗലത്ത് നിന്നും ആരംഭിച്ച സന്ദേശജാഥ പുതുനഗരം പിലാത്തൂർ മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സയ്യിദ് ഹുസൈൻ തങ്ങൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സമസ്ത കേന്ദ്ര കമ്മിറ്റി അംഗം അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ മഹത്തായ ഭരണഘടന നിലനിൽക്കുന്ന കാലത്തോളം ഒരു ശക്തിക്കും വർഗീയതയുടെ പേരിൽ ജനങ്ങളെ തകർക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഹുസൈൻ തങ്ങൾ കൊടക്കാട് അധ്യക്ഷനായി. VK ശ്രീകണ്ഠൻ MP മുഖ്യപ്രഭാഷണം നടത്തി. ദേശമംഗലം ബഷീർ, ഗഫൂർ കോൽക്കളത്തിൽ, റഷീദ് കമാലി, PK ഇറമ്പിച്ചിക്കോയ തങ്ങൾ, E അലവി, TK മുഹമ്മദ് കുട്ടി, TP അബൂബക്കർ, കാജ, CM അൻവർ എന്നിവർ സംസാരിച്ചു. 750 കിലോഗ്രാം ചന്ദനവുമായി 2 പേർ പിടിയിൽ. 270 കിലോഗ്രാം ചന്ദനമരത്തടികളുമായി 2 പേരെ വനം വകുപ്പും പിടികൂടി. പെരുമ്പാവൂർ അല്ലപ്ര ചുറപ്പുള്ളി മുഹമ്മദ് കുഞ്ഞ് 59, മകൻ നിസാർ 36 എന്നിവരെയാണ് വനം വകുപ്പ് പിടികൂടിയത്. കരിമ്പുഴ ഭാഗത്തു നിന്നും പെരുമ്പാവൂരിലേക്ക് മിനി ലോറിയിൽ കൊണ്ടുപോകും വഴി വടക്കാഞ്ചേരി അകമലയിൽ നിന്നും ഫോറസ്റ്റ് ഫ്ലൈയിംഗ് സ്ക്വാഡാണ് ഇവരെ പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. കരിമ്പുഴയിൽ നിന്നാണ് ചന്ദനം ലഭിച്ചതെന്ന് ഇരുവരും മൊഴി നൽകിയതായി ഉദ്യോഗസ്ഥർ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് ഷൊർണൂരിലേക്ക് കൈമാറി. മുഹമ്മദ് കുഞ്ഞും നിസാറും ചന്ദനക്കടത്ത് സംഘത്തിലെ കണ്ണികളാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇവർക്ക് ചന്ദനം നൽകിയതിന് കരിമ്പുഴ സ്വദേശിയാണെന്നും വകുപ്പിന്റെ തിരുവാഴിയോട് സെക്ഷൻ പരിധിയിൽ നിന്നാണ് ചന്ദനമരങ്ങൾ മുറിച്ചെടുത്തതെന്നും കണ്ടെത്തിയിട്ടുണ്ടെന്നും പറയുന്നു. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തുള്ള ചന്ദനമരം മുറിച്ചു കടത്തിയതായാണ് കരുതുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇരുവരും മുമ്പും ചന്ദനം കടത്തിയിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായും പറയുന്നു. ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജിയാസ് ജമാലുദ്ദീൻ ലബ്ബ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ V താരിഷ്, ബീറ്റ് ഓഫീസർമാരായ KK പ്രഭാസ്, CL അശ്വന്ത് എന്നിവർ തുടരന്വേഷണം നടത്തി. സംസ്ഥാനത്ത് നദികളിൽ നിന്നുള്ള മണൽ വാരൽ പുനരാരംഭിക്കുന്നു. റവന്യൂ സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം. കഴിഞ്ഞ 10 വർഷം മുടങ്ങിക്കിടക്കുകയായിരുന്നു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി 2001 കേരള പ്രൊട്ടക്ഷൻ ഓഫ് റിവർ ബാങ്ക്സ് ആൻഡ് റെഗുലേഷൻ ഓഫ് റിമൂവൽ ഓഫ് സാൻഡ് ആക്ട് ഭേദഗതി ചെയ്താണ് മണൽ വാരൽ പുനരാരംഭിക്കാനുള്ള ആലോചന. കേരളത്തിലെ നദികളിലെ സാൻഡ് ഓഡിറ്റ് പൂർത്തിയാകുന്ന മുറയ്ക്ക് കേന്ദ്ര നിർദ്ദേശപ്രകാരം റിപ്പോർട്ട് തയ്യാറാക്കി അനുവദനീയമായ നദികളിൽ നിന്ന് മണൽ വാരാൻ അനുമതി നൽകാനാണ് ആലോചിക്കുന്നത്. ഓഡിറ്റ് നടത്തിയതിൽ 17 നദികളാണ് മണൽ നിക്ഷേപം കണ്ടെത്തിയത്. അനധികൃത മണൽ വാരൽ നിയന്ത്രിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് ഔദ്യോഗിക മണൽ വാരൽ എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഹെൽത്ത് ക്യാമ്പ് നടത്തി. സർക്കാർ നിർദ്ദേശപ്രകാരം ഭക്ഷണ വിൽപ്പന നടത്തുന്ന വ്യാപാരികൾക്കും തൊഴിലാളികൾക്കുമായി ഹെൽത്ത് കാർഡ് ലഭിക്കുന്നതിനായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മണ്ണാർക്കാട് യൂണിറ്റ് ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു. രക്തപരിശോധന, കണ്ണ് പരിശോധന, ശരീര പരിശോധന, ടൈഫോയിഡ് പ്രതിരോധ വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ക്യാമ്പിൽ നടത്തിയത്. 400-ൽ പരം പേർക്ക് ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. KHRA യൂണിറ്റ് പ്രസിഡന്റ് C സന്തോഷിന്റെ അധ്യക്ഷതയിൽ ജില്ലാ സെക്രട്ടറി ഫസൽ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി ഫിറോസ് ബാബു, ട്രഷറർ മിൻഷാദ്, ഭാരവാഹികളായ EA നാസർ, ജയൻ, ജ്യോതി, കതിരൻ, നാസർ ചില്ലി, ഷാജഹാൻ, TK സിദ്ദിഖ് എന്നിവരും നേതൃത്വം നൽകി. ഇടവേള.
കുറയോ 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 കുറയുമോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 10 വർഷം ഒരേ ബസ്സിൽ ഡ്രൈവർ, അവസാന ദിനം സ്ഥിരം യാത്രക്കാരുടെ സ്നേഹയാത്രയയപ്പ്. KSRTC പൊന്നാനി കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചർ പൊന്നാനിയിൽ നിന്ന് ഓടിത്തുടങ്ങിയാൽ ഓരോ സ്റ്റോപ്പിലെത്തുമ്പോഴും ഡ്രൈവർ ഉണ്ണിക്ക് ആശങ്ക ഏതുമില്ല. എവിടെ നിന്ന് ആരൊക്കെ സ്ഥിരമായി കയറുമെന്ന് ഉണ്ണിക്ക് കാണാപ്പാടമാണ്. കാരണം 10 വർഷത്തോളമായി ഉണ്ണി ഇതേ ബസ്സിൽ ഡ്രൈവറാണ്. വിരമിക്കും മുമ്പ് അവസാന ഡ്യൂട്ടി ചെയ്ത ശനിയാഴ്ചയും പതിവ് മാറ്റമുണ്ടായില്ല. ഒന്നൊഴിച്ച് കോങ്ങാട് ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ സ്ഥിരം യാത്രക്കാരുടെ വക ഉണ്ണിക്ക് ചെറിയൊരു ആദരം. 2003 പൊന്നാനി ഡിപ്പോയിൽ സർവീസിൽ കയറിയതാണ് ചേളാരി കുടൽക്കുഴിമാട് ഹൗസിൽ ഒ ഉണ്ണി. മെയ് 31 വിരമിക്കുമെങ്കിലും ഇനി അവധിയിൽ പോകാനാണ് തീരുമാനം. ജോലിയിൽ അവസാന പ്രവൃത്തി ദിനമായിരുന്നു ശനിയാഴ്ച. ആദ്യമായി ഈ റൂട്ടിൽ ബസ് ഓടിച്ച ദിവസമോ വർഷമോ ഉണ്ണിക്ക് ഓർമ്മയില്ല. ഇതിനിടെ കോവിഡ് കാലത്ത് 3 മാസം നെടുമങ്ങാട് ഡിപ്പോയിൽ ജോലി ചെയ്തു. അടുത്തിടെ വെഹിക്കിൾ സൂപ്പർവൈസർ എന്ന തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടുമായിരുന്നു ഉണ്ണിക്ക്. എന്നാൽ വേണ്ടെന്ന് എഴുതി കൊടുത്താണ് ഡ്രൈവറായി തുടർന്നത്. രാവിലെ 6 പൊന്നാനിയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുന്ന ബസ് രാത്രി 7:30 തിരിച്ചെത്തുക. വിരമിച്ച ശേഷം പറ്റുമെങ്കിൽ താൽക്കാലികക്കാരനായി KSRTCയിൽ തന്നെ സേവനം ചെയ്യണമെന്നാണ് ഉണ്ണിയുടെ ആഗ്രഹം. ഒറ്റപ്പാലത്ത് ജൈവമാലിന്യം വളമാക്കുന്ന പദ്ധതി ഒരുങ്ങുന്നു. നഗരസഭയുടെ കീഴിൽ ജൈവമാലിന്യം വളമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനം ഒരുങ്ങുന്നു. പനമണ്ണ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് യന്ത്രങ്ങളുടെ സഹായത്തോടെ വളമാക്കി മാറ്റാനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുന്നത്. നിലവിൽ ഇവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കി സൗകര്യമൊരുക്കിയ ശേഷമാണ് പ്രവർത്തനം തുടങ്ങുക. 42 ലക്ഷം രൂപ ചെലവിലാണ് ഓർഗാനിക് വേസ്റ്റ് കൺവെർട്ടർ സ്ഥാപിക്കുന്നത്. ഇതിന്റെ യന്ത്രങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കാൻ 2 ലക്ഷം രൂപയും ഒപ്പം കെട്ടിടം ഉൾപ്പെടെയുള്ള ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കാൻ 5 ലക്ഷം രൂപയുടെ പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന് നഗരസഭാ കൗൺസിൽ കഴിഞ്ഞ ദിവസം അനുമതി നൽകി. നഗരസഭാ പരിധിയിൽ നിന്നാകെ ശേഖരിക്കുന്ന ജൈവമാലിന്യം ഹരിതകർമ്മസേനയും ശുചീകരണ തൊഴിലാളികളും മുഖാന്തരം പ്ലാന്റിലെത്തിക്കും. തുടർന്ന് മാലിന്യത്തിലെ അജൈവ ഘടകങ്ങളെ നീക്കി ജൈവമാലിന്യം വളമാക്കുകയാണ് ചെയ്യുക. 10 ദിവസം കൊണ്ട് മാലിന്യം വളമാക്കി മാറ്റാനാകും. ഒരു ദിവസം 1 ടൺ വളം ഉണ്ടാക്കാമെന്നാണ് നഗരസഭയുടെ കണക്കുകൂട്ടൽ. ഈ വളം പ്രത്യേക പദ്ധതി തയ്യാറാക്കി നഗരസഭയുടെ നേതൃത്വത്തിൽ കൃഷിക്ക് വിതരണം ചെയ്യാനാകുന്ന രീതിയിലാണ് പദ്ധതി. ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കുന്നു. ഭക്ഷണമുണ്ടാക്കി വിൽപ്പനയോ വിതരണമോ നടത്തുന്നവർ ലൈസൻസോ രജിസ്ട്രേഷനോ എടുക്കണമെന്നാണ് ഭക്ഷ്യസുരക്ഷാ ചട്ടം. ആരാധനാലയങ്ങൾക്കടക്കം ഇത് കർശനമാക്കിയ പശ്ചാത്തലത്തിലാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലും ലൈസൻസ് നടപ്പാക്കാനുള്ള ഭക്ഷ്യസുരക്ഷാ ഡയറക്ടറേറ്റിന്റെ തീരുമാനം. പല സ്കൂളുകൾക്കും ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ 12,000 സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതിയുണ്ട്. പ്രഥമാധ്യാപകർക്കാണ് നിർവഹണ ചുമതല. അതിനാൽ സ്കൂൾ ഉച്ചഭക്ഷണത്തിനുള്ള ലൈസൻസോ രജിസ്ട്രേഷനോ പ്രഥമാധ്യാപകരുടെ പേരിലാണ് എടുക്കേണ്ടത്. ഇതിന് പുറമെ പാചക തൊഴിലാളികളുടെ ആരോഗ്യ പരിശോധനയുടെ സാക്ഷ്യപത്രവും ഹാജരാക്കേണ്ടി വരും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി ഭക്ഷ്യസുരക്ഷയുടെ പരിധിയിൽ വരുന്നത് കുട്ടികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് സഹായമാകുമെന്നാണ് വിലയിരുത്തൽ. ശതപൂർണിമ കല്ലടിക്കോട് GLP സ്കൂളിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് സ്വാഗത സംഘം രൂപീകരിച്ചു. 100 വർഷത്തിന്റെ ചരിത്രവുമായി ഇന്നും ദേശീയപാതയോരത്ത് തലയുയർത്തി നിൽക്കുകയാണ് കല്ലടിക്കോട് GLP സ്കൂൾ. നാടിന്റെ പൊതുവായ ചരിത്രത്തിൽ സ്ഥാനമുള്ള കല്ലടിക്കോടിന്റെ വിദ്യാഭ്യാസ വളർച്ചയിൽ നാഴികക്കല്ലായി മാറിയ കല്ലടിക്കോട് GLP സ്കൂൾ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്കായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K കോമളകുമാരി ഉദ്ഘാടനം ചെയ്തു. കരിമ്പ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ജാഫർ അധ്യക്ഷനായി. പ്രധാന അധ്യാപക ബിന്ദു ടീച്ചർ ആമുഖ പ്രഭാഷണം നടത്തി.
ഒരു നൂറ്റാണ്ട് മുമ്പ് ഓലമേഞ്ഞ കെട്ടിടത്തിലാണ് സ്കൂളിന്റെ അധ്യയന തുടക്കം. ഇന്ന് 100 വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തിന്റെ നിറവിൽ ശതപൂർണിമ എന്ന പേരിലാണ് ശതാബ്ദി ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്തിയിരുന്നു. വിപുലമായ ആഘോഷ പരിപാടികൾ യോഗം ആസൂത്രണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KC ഗിരീഷ്, KK ചന്ദ്രൻ, റമീജ, പ്രസന്ന, ബ്ലോക്ക് മെമ്പർ ഓമന രാമചന്ദ്രൻ, വിദ്യാർത്ഥി സംഘടനാ കൺവീനർ ഉണ്ണികൃഷ്ണൻ, മുൻ പ്രധാന അധ്യാപകർ, മുൻ PTA പ്രസിഡന്റുമാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. MP, MLA എന്നിവരെ മുഖ്യ രക്ഷാധികാരികളായി തിരഞ്ഞെടുത്തു. സംഘാടക സമിതി ചെയർമാനായി പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് ചെയർമാനായി K കോമളകുമാരി, H ജാഫർ, KC ഗിരീഷ്, ജനറൽ കൺവീനറായി സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു എന്നിവരെയും 251 അംഗങ്ങളെ ഉൾപ്പെടുത്തി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. ആറ്റാലക്കടവിലെ അസ്ഥിയും തലയോട്ടിയും പടിഞ്ഞാറേമുറി സ്വദേശിയുടേതെന്ന നിഗമനത്തിൽ പോലീസും നാട്ടുകാരും. പല്ലാവൂരിനടുത്ത് കുമരംപുത്തൂർ ആറ്റാലക്കടവിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ തലയോട്ടിയും അസ്ഥികളും 1 മാസം മുമ്പ് പടിഞ്ഞാറേമുറി പുഴയ്ക്കൽ പ്രദേശത്തു നിന്നും കാണാതായ കുഞ്ചന്റേതാണെന്ന നിഗമനത്തിൽ പോലീസും ബന്ധുക്കളും. ഡിസംബർ 21 മുതലാണ് കുഞ്ചനെ കാണാതായത്. 23-ന് ബന്ധുക്കൾ കൊല്ലങ്കോട് പോലീസിൽ പരാതി നൽകിയിരുന്നു. വ്യാഴാഴ്ച വൈകിട്ടാണ് തടയണയോട് ചേർന്ന ഭാഗത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടത്. അസ്ഥികൾ കണ്ടെത്തിയ ഭാഗത്ത് കിടന്നിരുന്ന ചെരുപ്പും വസ്ത്രങ്ങളും കുഞ്ചന്റേതാണെന്ന് മകൾ ദിവ്യയും വീട്ടുകാരും പോലീസിന്റെ സാന്നിധ്യത്തിൽ തിരിച്ചറിഞ്ഞിരുന്നു. കൂടാതെ കുഞ്ചന്റെ മുകൾ നിരയിലെ ഒരു പല്ല് നേരത്തെ നഷ്ടപ്പെട്ടിരുന്നു. കണ്ടെത്തിയ തലയോട്ടിയിലും ഒരു പല്ലുണ്ടായിരുന്നില്ല. ശാസ്ത്രീയ പരിശോധനകൾക്കായി സയന്റിഫിക് അസിസ്റ്റന്റ് നേതൃത്വത്തിൽ ശരീരാവശിഷ്ടങ്ങൾ ശേഖരിച്ചു കൊണ്ടുപോയി. കുഞ്ചിനു വേണ്ടിയുള്ള കർമ്മം ചെയ്യാൻ അസ്ഥികളിൽ കുറച്ചെണ്ണം പോലീസിൽ നിന്നും വീട്ടുകാർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ചതിനു ശേഷമേ കേസിൽ അന്തിമ തീരുമാനമെടുക്കൂ എന്ന് പോലീസ് പറഞ്ഞു. ഇനി ആരോഗ്യം. പല ഗുരുതരമായ രോഗങ്ങളും ലക്ഷണങ്ങളുടെ നമ്മുടെ ശരീരം പ്രകടിപ്പിക്കും. അത്തരത്തിൽ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ലക്ഷണമാണ് ശ്വാസത്തിൽ ഉണ്ടാകുന്ന ദുർഗന്ധം. ദുർഗന്ധത്തോടു കൂടിയ ശ്വാസം ഉണ്ടെങ്കിൽ സൂക്ഷിക്കേണ്ടതാണ്. ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊരിക്കലും മുൻകൂട്ടി അറിയാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾക്ക് സ്ഥിരമായി നിശ്വാസവായുവിന് ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഇത് പലപ്പോഴും ഹൃദയം പണിമുടക്കിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ്. ക്യാൻസർ പലപ്പോഴും ആരംഭഘട്ടങ്ങളിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നിശ്വാസവായുവിന്റെ ദുർഗന്ധം നോക്കി വയറ്റിൽ ക്യാൻസർ ഉണ്ടെന്ന് മനസ്സിലാക്കാം. പുകവലിക്കുന്നവരിലും അല്ലാത്തവരിലും ശ്വാസകോശ ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണ്. ദുർഗന്ധത്തോടു കൂടിയ ശ്വാസവും അമിത കിതപ്പും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വിദഗ്ധ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പലപ്പോഴും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ശ്വാസ ദുർഗന്ധം മൂലം കഴിയും. കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളും നിശ്വാസവായുവിലൂടെ അറിയാൻ സാധിക്കും. നിങ്ങളുടെ നിശ്വാസവായുവിന് മീൻ വിഭവങ്ങളുടെ ഗന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കിഡ്നി പ്രവർത്തനരഹിതമാകാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കേണ്ടതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാനസിക രോഗിയായ ഭാര്യയെ ഭർത്താവ് വിറകു കൊള്ളികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. GK ഫൗണ്ടേഷൻ അവാർഡ് നേടിയ MS ദാസ് മാട്ടുമന്തയ്ക്ക് പൗരാവലിയുടെ അനുമോദനം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CSC VLE സൊസൈറ്റി ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകി. ഗ്രീൻഫീൽഡ് ഹൈവേ വനാതിർത്തികളിൽ പരിശോധന ശക്തമാക്കി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.